ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം, സ്വന്തം പ്രിയപ്പെട്ട മകളെയും മാതാവിനെയും അനുവാദത്തോടുകൂടി ലൈംഗികമായി ബന്ധപ്പെടാം എന്ന് വാദിക്കുന്ന, വിശ്വസിക്കുന്ന, അതിന് പ്രോത്സാഹനം നൽകുന്ന ഒരു സമിതിയുടെ അംഗമാണ് അല്ലെങ്കിൽ നേതാവാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന ഹാർപ്പിക് ഹുസൈൻ. ഇതിനിപ്പോൾ പുതിയ പല പേരുകളും ലണ്ടനിൽ പോയതിനു ശേഷം ലഭിച്ചിട്ടുണ്ട്. ഞാൻ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. മാത്രമല്ല, ഈ ആരിഫ് ഹുസൈന്റെ വളരെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളും വളരെ മോശപ്പെട്ട കമന്റുകളും ദുഷിച്ച ചിന്താഗതികളും കാരണം തന്റെ സംഘടനയിൽ നിന്ന് പോലും പുറത്താക്കിയ അവസ്ഥയാണ്. ഇപ്പോൾ ലിയാഖത്ത് അലിയും ജബ്ബാർ മാഷുമൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായി തെളിയിരിക്കുകയാണ്. ഇയാൾ ഞങ്ങളുടെ ആളല്ല, ഇയാൾ ഒരിക്കലും ഒരു മനുഷ്യത്വമുള്ള ആളല്ല, ഇയാൾ ഏതോ വർഗീയവാദികളുടെയും സയോണിസ്റ്റുകളുടെയും കയ്യിൽ നിന്നും എന്തൊക്കെയോ വാങ്ങിയിട്ടുള്ള ഇടപാടുകളാണ്, ഇതൊരിക്കലും യുക്തിവാദത്തിന്റെ റൂട്ട് പോലുമല്ല എന്ന് അതിനപ്പുറത്തേക്കുള്ള ഭയാനകരമായ അഴുക്കുചാലിലേക്ക് എടുത്തു ചാടിയ ഈ ഹാർപ്പിക് ഹുസൈനെ കുറിച്ച് അവർ തന്നെ പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള സഹൃദയരായ പ്രിയപ്പെട്ട ശ്രോതാക്കളോട്, ഇതര മത സഹോദരങ്ങളോട്, തെറ്റിദ്ധരിച്ചു പോയവരോട്, അല്ലെങ്കിൽ ബോധപൂർവം ഈ വെളിച്ചത്തെ ഊരിക്കെടുത്താമെന്ന് വ്യാമോഹിക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരു ഉപദേശം, നിങ്ങൾ വിമർശിക്കാൻ വേണ്ടിയെങ്കിലും പരിശുദ്ധമായ ഈ മതത്തെ, ഇസ്ലാമിനെ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം എന്നുള്ള വളരെ സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു റിക്വസ്റ്റാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിമർശിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ കൃത്യമായ സോഴ്സിൽ നിന്ന് ഈ മതത്തെ ഒന്ന് പഠിക്കാൻ തയ്യാറാകണം. കാരണം ഇസ്ലാമിനെ വിമർശിക്കാനാണെങ്കിൽ പോലും പഠിക്കുന്നവർക്ക് കണ്ടാൽ ഒരു റിസൾട്ട് ഉറപ്പാണ്. ഒന്നുകിൽ അവൻ ഈ വെളിച്ചത്തിലേക്ക് ആകർഷിക്കപ്പെടും, അതല്ലെന്നുണ്ടെങ്കിൽ ഈ വെളിച്ചത്തിന്റെ മഹത്വം ഇത്രയും വിശാലമായിരുന്നോ എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ ഒരു പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും മുമ്പോട്ട് പോകാൻ തയ്യാറാകും എന്നുള്ളതാണ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. വ്യഭിചാരം മഹാപാതകമാണെന്ന് അറിയാത്ത ഒരു മനുഷ്യനില്ല. അത് വിളംബരം ചെയ്യാത്ത, സഗൗരവം ലോകത്തോട് വിളംബരം ചെയ്യാത്ത ഒരു മതവുമില്ല, ഒരു മതാധ്യക്ഷനുമില്ല, ഒരു മതപ്രബോധകനുമില്ല, പ്രവാചകനുമില്ല, ഒരു വ്യാസ മുനി മഹർഷിമാരുമില്ല. ലോകത്ത് മുഴുവൻ ആളുകൾക്കും അവിതർക്കിതമായ ഒരു മഹാപാപമാണ് വ്യഭിചാരം എന്നുള്ളത്. അതാത് മതങ്ങളിൽ അനുശാസിക്കുന്ന നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നും അനുവദിക്കപ്പെടുന്ന ഒരു രീതിയിലൂടെ അല്ലാതെ ഒരു പെണ്ണിനെ സമീപിക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആ ഒരു മ്ലേച്ഛമായ പ്രവർത്തനത്തോട് അടുക്കരുതെന്ന് പോലുമാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. വലാ തഖറബു സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്, അതിന് സാധ്യതയുള്ള ഇടങ്ങളിലേക്ക് പോകരുത്, അതിന് സാധ്യതയുള്ള മൂവ്മെന്റുകൾ നടത്തരുത്. കാരണം വ്യഭിചാരം എന്ന ഒരു പ്രക്രിയയുടെ പരിസരത്തെത്തിയാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്മാറാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അതിന്റെ സാധ്യതയുടെ കവാടങ്ങൾ പോലും കൃത്യമായി മനുഷ്യന്റെ മസ്തിഷ്കം അറിയാവുന്ന പടച്ചവൻ കൊട്ടിയടക്കാൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ആ പാതകം ചെയ്താലുള്ള ശിക്ഷകളെക്കുറിച്ച് ഒരു ഇസ്ലാമിക ഭരണ സംവിധാനമുള്ളിടത്ത് വധശിക്ഷ പോലും വിധിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നാടുകടത്തണമെന്ന് പറഞ്ഞതായി രേഖകളുണ്ട്. അത്രത്തോളം സഗൗരവത്തിൽ കാണുന്ന ഒരു പാതകമാണ് വ്യഭിചാരം എന്നുള്ളത്. അങ്ങനെ ആ വ്യഭിചാരത്തിൽ ഗർഭം ധരിച്ച, താൻ വ്യഭിചരിച്ച സ്ത്രീ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകിയാൽ, അവിടെയാണല്ലോ നമ്മുടെ വിഷയം, ആ കുട്ടിയുടെ മേൽ യാതൊരു അവകാശവും ഇയാൾക്ക് ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇസ്ലാം പറയുന്നത് ആ പെൺകുട്ടിയുടെ മേൽ യാതൊരു അവകാശങ്ങളും ഇദ്ദേഹത്തിനില്ല എന്നുള്ളതാണ്. കാരണം ഹലാലല്ലാത്ത മാർഗത്തിലൂടെ, ശുദ്ധമല്ലാത്തൊരു പ്രകൃതിയിലൂടെയാണ് ഈ സംസർഗം നടന്നത്. ഒരിക്കലും ഇസ്ലാം അതിനെ അനുകൂലിക്കുന്നില്ല. വൈവാഹിക ജീവിതത്തിലൂടെ ഉണ്ടായ ഒരു കുട്ടിക്ക് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്തെല്ലാം കടമകൾക്ക് അർഹതയുണ്ടോ ആ കുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുക്കുക, ആ കുട്ടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ആ കുട്ടിയെ കാണാം, തൊടാം, സ്പർശിക്കാം, സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാം. ഇതൊന്നും ഈ വിഹിതമല്ലാത്ത ബന്ധത്തിലൂടെ ഉണ്ടായ കുട്ടിയോട് ഈ മഹാപാതകം ചെയ്ത ആളിന് ഒരിക്കലും അനുവദനീയമല്ല എന്നുള്ളതാണ് വസ്തുത. അത്രയും ഗൗരവത്തിൽ ആ ജാരസന്താനത്തിൽ ഇയാൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവൾ അന്യപ്പെണ്ണാണ്, അവളുടെ മേൽ യാതൊരു അവകാശവുമില്ല, അവളുമായി യാതൊരു ബന്ധവുമില്ല. സാധാരണഗതിയിൽ നിക്കാഹുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു കുട്ടിയുടെ മേലുള്ള യാതൊരു അവകാശവും ഇയാൾക്കില്ല എന്നുള്ള കൃത്യമായ അയാളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന്റെ പാരമ്യതയാണ് ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വേണമെങ്കിൽ അയാൾക്ക് നിക്കാഹ് വരെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അത്രത്തോളം അവർ തമ്മിൽ അകലം പാലിച്ചവരാണ്. ഒരിക്കലും അവർ മകൾ പിതാവ് എന്നുള്ള ബന്ധത്തിലല്ല, കാരണം ഒരു ശുദ്ധ പ്രകൃതിയിലല്ല ആ ജന്മം നടന്നത് എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് ഏൽക്കുന്ന വലിയ പ്രഹരവുമാണ് എന്ന് ചിന്തിക്കണം. ഇത് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയുള്ള കുട്ടിയെ കെട്ടണമെന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു വിവാഹം ഇന്ന് വരെയും നടന്നിട്ടില്ല. അങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് ആ കുട്ടിയെ വിവാഹം ചെയ്യാൻ നിഷിദ്ധമാണെന്നാണ്. മാത്രമല്ല, ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന ഇമാം ഷാഫി തങ്ങളുടെ കിതാബിൽ ഉമ്മു എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 6-ാം വാള്യത്തിൽ തന്നെ തന്റെ ശിഷ്യനായ ഇമാം മുസ്നി തങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അതിനെ വെറുക്കുന്നു എന്ന്.
ഞാനതിനെ വെറുക്കുന്നു എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എത്ര കൃത്യമാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറിച്ച് ആ കുട്ടിയുടെ പിതാവ് ഇന്ന ആളാണ് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എത്രയാണ്, അഭിമാന പ്രശ്നങ്ങൾ എത്രയാണ്. ഞാനൊരു ജാരസന്താനമാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കുട്ടിയെ അറിയപ്പെടുമ്പോഴുണ്ടാകുന്ന അഭിമാനത്തിനേക്കുന്ന ആഴമേറിയ ക്ഷതം എത്രയാണ്. മനുഷ്യന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം, അഭിമാനത്തിന് വില കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. ഇത് പറഞ്ഞു എന്ന് വിചാരിച്ച്, ഈ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ട് എന്ന് വിചാരിച്ച് ലോകത്തിൽ അങ്ങനെ ഒരു വിവാഹം നടന്നിട്ടില്ല എന്ന് ആരിഫ് മനസ്സിലാക്കുക. ആരിഫിനെ പിന്താങ്ങുന്ന ഈ വിഷയത്തിൽ യാതൊരു അറിവില്ലാത്ത സഹോദരങ്ങളും മനസ്സിലാക്കുക. ജീവിത അവസാനം വരെ തന്റെ ജീവിതത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റ്, ആ തെറ്റിന്റെ കാരണക്കാരൻ ഇന്നയാളാണ്, ഞാനൊരു ജാരസന്തതിയാണ്, അവിഹിതത്തിലുണ്ടായ ആളാണ്, അതിന്റെ കാരണക്കാരൻ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ മരണം വരെയും ആ കുട്ടിയുടെ അഭിമാനത്തെ പിച്ച് ചിന്താൻ ഇസ്ലാം ഒരിക്കലും അവകാശം നൽകുന്നില്ല. അതുകൊണ്ട് യാതൊരു അവകാശവും ഈ പിതാവിന് ആ കുട്ടിയിലില്ല എന്നത് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ കുടുംബങ്ങൾക്ക് പിന്നെ എന്ത് ഭദ്രതയാണുള്ളത്, ആ കുടുംബത്തിന് എന്ത് മഹത്വമാണുള്ളത്. എല്ലാ മതങ്ങൾക്കും വളരെ കൃത്യമായ നിലപാടനുസരിച്ചുള്ള വിവാഹങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മനോഹരമായ കുടുംബ സംവിധാനങ്ങളെയും സാമൂഹിക ക്രമത്തെയും തച്ചുടയ്ക്കുക എന്നുള്ളതാണ്, അതിന്റെ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുക എന്നുള്ളതാണ് മതനിരാസത്തിന്റെയും യുക്തിവാദത്തിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് നാം മനസ്സിലാക്കുക. അദ്ദേഹം ലണ്ടനിലെ മണ്ടൻ എന്ന ഒരു അഡ്രസ്സ് കിട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള അപവാദങ്ങൾക്ക് ആക്കം കൂട്ടുകയും പിച്ചും പേയും ഒക്കെ പറയാൻ തുടങ്ങിയതെന്നാണ് തോന്നുന്നത്. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഏതെങ്കിലും ഒരു സൃഷ്ടിയുടെ കരങ്ങളാൽ രൂപപ്പെടുത്തപ്പെട്ടതല്ല, കാരണം ആത്യന്തികമായ വിജയത്തിനുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സമൂലം പ്രവർത്തനങ്ങളിലും കൃത്യമായ മറുപടി ഇസ്ലാം പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്താണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വൈജ്ഞാനിക ലോകം. ഒരു ചെറിയ മദ്രസ വിദ്യാർത്ഥി കാലത്ത് തന്നെ അവർ പഠിച്ചു തീർക്കുന്ന ധാരാളം അവരുടെ കർമ്മപരമായ, വിശ്വാസപരമായ, അതുപോലെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, സമുദായത്തിൽ എങ്ങനെ ഇടപെടണം, മറ്റുള്ള മതസ്ഥരോട് എങ്ങനെ സ്നേഹത്തോടെ വർത്തിക്കണം, അവരുടെ ആരാധനാമുറകൾ എങ്ങനെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ജീവിതത്തിലുള്ള സകല മേഖലകളെയും വളരെ ഹ്രസ്വമായി ചെറിയ വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന കിതാബുകൾ തന്നെ ഏറെയാണ്. അപ്പോൾ ഈ അറബി കോളേജ് രംഗങ്ങളിലും 12-15 വർഷം വരെ പഠിച്ച പണ്ഡിതന്മാർക്ക് ബിരുദത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ അവരുടെ ഗുരുക്കന്മാർ പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ പഠിച്ചു പൂർത്തിയാക്കിയവരല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള അനുവാദം തരികയാണെന്നാണ്. നിങ്ങൾക്ക് മറ്റുള്ള കിതാബുകൾ, വിശാലമായ വിജ്ഞാന ലോകത്തേക്ക് നിങ്ങൾക്ക് ഇറങ്ങാനുള്ള അനുവാദമാണ് തരുന്നത്, നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളൂ എന്നുള്ളതാണ്. അത്രത്തോളം പഠിച്ചാലും തീരാത്ത ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിൽ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കർമ്മശാസ്ത്രപരമായ, വിശ്വാസപരമായ ചർച്ചകൾ അത് ധാരാളമുണ്ട്. ഞാൻ സന്ദർഭോചിതമായി പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ എന്നത് സ്വാഭാവികമാണ്. കാരണം ഈ ഫലവൃക്ഷം നിറച്ച് പഴങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയും അതല്ലെങ്കിൽ അതിനെ കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ സ്വാഭാവികമാണ്. അപ്പൊ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമല്ല. ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ആ വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിക്കുക. കാരണം സ്വന്തം മതത്തിന്റെ ആഴമേറിയ വിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് തന്റെ മതം എന്താണ് ശാസിക്കുന്നത്, എന്താണ് മതം നമ്മെ അറിയിക്കുന്നത്, എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് എന്ന് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് പല പ്രതിസന്ധികളും തലപൊക്കുന്നത്. അതുകൊണ്ട് ആ മതങ്ങളെയൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് ആ മതത്തിന്റെ നല്ല നല്ല ആശയങ്ങളെ ഉൾക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ബഹുമാനിച്ചും നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വളരെ സന്തോഷത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ്.